ഹലോ ബഡീസ്, ഇന്നേ ഞാനും ധനുഷ് ബ്രോയും കൂടിയിട്ട് സിനിമ കാണാൻ വന്നിട്ടാ. ഏതാ അറിയോ? പേട്രിയറ്റ് ആണോ അതോ പാട്രിയറ്റ് ആണോ അറിയില്ല, വയറ് കൊള്ളാത്ത പേരും വെച്ച്. എന്തായാലും നമുക്ക് സിനിമ കാണാം, റിവ്യൂ പറയാട്ടോ. ഓക്കെ, നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഫഹദും ഉണ്ടല്ലോ അല്ലേ? എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടിട്ട് പറയാട്ടോ ബാക്കി. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി. വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഒറ്റ മനുഷ്യനെ കാണാനില്ലായിരുന്നു. ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് 2 മണിക്കാട്ടോ. അതുകൊണ്ടായിരിക്കാം ആരും ഇല്ലാത്തത്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ആള് പറയുന്നത് പേട്രിയറ്റിന് ആളില്ലാന്ന്. മിനിമം ഒരു 5 പേരെങ്കിലും വേണം എങ്കിലേ ടിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് വേറൊരു ചെക്കനും കൂടെ വന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. സിനിമ തുടങ്ങിയിട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മമ്മൂക്കയുടെ ഒരു സിമ്പിൾ ഇൻട്രോ, അത് കഴിഞ്ഞതും നമ്മുടെ ഫഹദിക്കയുടെ ഒരു മാസ് ഇൻട്രോ ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ എൻട്രിയാണ്. അതിനിടയ്ക്ക് ഇക്കയുടെ ഒരു മാസ് ഫൈറ്റ് സീൻ ഉണ്ട് കേട്ടോ. ഉച്ച സമയം ആയതുകൊണ്ടും ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് കേട്ടോ ആൾക്കാരില്ലാത്തത്. എനിക്കൊന്നേ പറയാനുള്ളൂ ബഡീസ്, ഈ സിനിമ നമ്മൾ ഫാമിലി ആയിട്ട് പോയി കാണേണ്ട സിനിമ കേട്ടോ. തിയേറ്ററിൽ തന്നെ പോയി കാണണേ. എന്റെ അഭിപ്രായത്തിൽ കൊള്ളാം, അടിപൊളി. അതിനിടയ്ക്കാണ് ഒരാളുടെ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻട്രോ, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. അങ്ങനെ ഇന്റർവെൽ കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമ്മുടെ ലാലേട്ടന്റെ ഇൻട്രോ. ബഡീസ്, നമ്മൾ വിചാരിച്ചതിനേക്കാളും പൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, മമ്മൂക്ക ആയാലും മറ്റേ നമ്മുടെ മോഹൻലാലായാലും പിന്നെ കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ ഫഹദ് പൊളിച്ചടിക്കുന്നുണ്ടാ. ഒരു രക്ഷയില്ല, വേറെ ലെവൽ. എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. എന്താ പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി അങ്ങനത്തെയാണ് കേട്ടോ. എന്തായാലും കാണുക. ഓക്കെ, ടാറ്റാ ബൈ, സി യു. പുതിയ വീഡിയോ ആയിട്ട് കാണാം.